അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും. കാരണം താങ്കൾ ഞങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തെ താങ്കൾ നേരിട്ട് ഇവിടെ ബൈബിള് എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഈ ചർച്ച അതിനുള്ളതല്ല. ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇയാളെ ആഗോള അച്ചാരം മേടിച്ചിട്ട് ആഗോളക്കാരുടെ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ. താങ്കൾക്ക് പറയാൻ അത് ഇസ്ലാം ജനിച്ചു പോയെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതിന് റൈറ്റ് ഇല്ല. പി ജയരാജ്, ഒരു കൂട്ടം ആളുകൾ ഇരമ്പി കയറി വന്ന് ഇങ്ങനെ ഈ ഹിജാബ് നിർബന്ധമായും ധരിക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് ആ മാനേജ്മെന്റ് അവകാശത്തിന് വേണ്ടി പോരാടി. അതാണ് ഫാദർ പറയുന്നത് മറുപടി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത്. മഞ്ജുഷ, ഇതിനെ കുറച്ചുകൂടെ അവധാനതയോടുകൂടി വൈകാരികമായിട്ട് സമീപിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. കാരണം ഇതിനകത്ത് നമ്മൾ ആദ്യം കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എവരിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ്. റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ആരും ഇവിടെ പറയുന്നില്ല. എന്താണ് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്? ഒരു സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഒരു സഭ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരാണെങ്കിലും എടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ്? സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ ഒരു സ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ സ്കൂളിൽ അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത്, ഇപ്പൊ ശിരോവസ്ത്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ റൈറ്റാണ്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിരുസഭകളിൽ ഉള്ള ആളുകള് ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് ഏത് ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും. കാരണം താങ്കൾ ഞങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തെ താങ്കൾ നേരിട്ട് ഇവിടെ ബൈബിള് എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഈ ചർച്ച അതിനുള്ളതല്ല. പ്ലീസ് മഞ്ജുഷ്, ദയവ് ചെയ്ത് ഞങ്ങൾ ഇനിയും അവഹേളിക്കരുത്. പ്ലീസ്. ഇത് ഇത്ര വൈകാരികമായിട്ട് സമീപിക്കേണ്ട ഒരു വിഷയമാണ്. താങ്കൾ അങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പറയും. ഉദാഹരണത്തിന് യൂണിഫോം, എന്തൊരു ഇൻടോളറൻസ് ആണിത്? എന്തൊരു ഇൻടോളറൻസ് ആണ്? ഒരു പരിശുദ്ധ വേഷം ധരിച്ചുകൊണ്ട് വന്നിട്ട് ഇത്ര ഇൻടോളറൻസ് ആകാൻ കാര്യം? ഒരു ചർച്ചകൾക്ക് ചില ജനാധിപത്യ മര്യാദകളുണ്ട്. അതിനെന്തുകൊണ്ട് തയ്യാറാണോ താങ്കൾ? ഇപ്പോൾ താങ്കളാണ് ഇൻടോളറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? എന്റെ അറിവിലില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ സിഖ് മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കൂടിയും അവരുടെ എല്ലാവിധ സാധനങ്ങളും, കൃപാണ്, ടർബൻ. താങ്കളുടെ അവസരത്തിൽ ഞാൻ സംസാരിച്ചില്ലല്ലോ. താങ്കൾ ഉപദ്രവിക്കാതിരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ. ആ ഒരു ജനാധിപത്യ മര്യാദയെങ്കിലും കാണിക്കൂ. താങ്കൾ വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒക്കെ പറഞ്ഞ ആളല്ലേ. എങ്കിൽ ഞാൻ പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം താങ്കളുടെ കൂട്ടത്തിൽ താങ്കൾ മറുപടി പറയുക. അതായിരിക്കും മര്യാദ. ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഒരു സംവാദമാകുമ്പോൾ അത് മര്യാദയ്ക്ക്, ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ സിഖ് മതത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടർബൻ 5 സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. എങ്കിൽ പിന്നെ താങ്കൾ അങ്ങ് താങ്കൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇൻടോളറന്റ് ആണ്. ഇതിനകത്ത് സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5 സാധനങ്ങളുണ്ട്. അത് ഏത് ഇന്റർനാഷണൽ എയർലൈൻസിൽ പോയാലും ഈ കടയും കൃപാണും ടർബണും ഒന്നും ആരും അഴിപ്പിക്കുന്നില്ല, ആരും പിടിക്കുന്നില്ല. ഇസ്ലാം മതത്തിൽ ഹിജാബ് വരുന്നില്ല ഡോക്ടർ ബി ജയരാജ്. അതുമായി ബന്ധപ്പെട്ടല്ല മുസ്ലിം മതപണ്ഡിതർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതും കോടതി മുൻപ് കേട്ടിട്ടുള്ളതുമാണ്. ഇസ്ലാം മതത്തിൽ അല്ലല്ല, അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ ശിരോവസ്ത്രം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശിരോവസ്ത്രം ധരിക്കണം, തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ? തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? ആരിഫ് ഹുസൈൻ അറിയാലോ. പറഞ്ഞുതരാം. ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ്. അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഹറാമാണ്. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കാനുള്ളൊരു വേഷമാണ്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂവാൻസസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ജയരാജ് അതിലേക്കൊന്ന് ഇറങ്ങാതിരിക്കണമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാണ്. ഇവിടെ ഉയർത്തുന്ന ഒരു വാദം, ഇപ്പോൾ മഞ്ജുഷോദി ചോദിക്കുന്ന കേട്ടു, ഇത് അനുവദിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത്. ഇതിന് 2 കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ ഹിജാബ്
ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. ഇതാരാണ് ഇതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത്? മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ അവരെ അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഗതി. ഇത് നിങ്ങൾക്ക് UK കാണാം, ഫ്രാൻസിൽ കാണാം, ബെൽജിയത്തിൽ കാണാം, ഡെൻമാർക്കിൽ കാണാം, എവിടെ വേണേലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. അത് ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാം. ജയരാജ് ആരിഫ് ഹുസൈൻ പറയുന്നതിന്റെ പരമാർത്ഥം, അതിനുള്ള മറുപടി ജയരാജ്. അത്ര നിഷ്കളങ്കമല്ല ഈ ആവശ്യം എന്നുള്ളതാണ് ആരിഫ് പറയുന്നത്. ജയരാജ്, ഞാൻ പറയട്ടെ, ഇതേ കണക്കോലെ ഈ ആഗോള ഇതിന്റെ ഭാഗമാണ്, റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് കുറെ നേരം കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ വർഷങ്ങൾ, 10 വർഷത്തോളം ഞാൻ UAE വർക്ക് ചെയ്ത ഒരാളാണ്. ഓൾമോസ്റ്റ് GCC കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മലേഷ്യയിൽ ഓൾമോസ്റ്റ് 90% മുസ്ലിം സ്ത്രീകളും ഹിജാബ് ധരിക്കുന്നവരാണ്. അവർ വർക്കിന് പോകുന്നുണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ കണക്കല്ല അടിമ സ്ത്രീകളോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. ഓരോ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരിഫ് ഹുസൈൻ, ഞാൻ പറയട്ടെ, സംസാരിക്കുന്ന ആളല്ലേ ഇയാള്? ആഗോള അച്ചാരം മേടിച്ചിട്ട് ആഗോളക്കാരുടെ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ? താങ്കൾക്ക് പറയാൻ അത് ഇസ്ലാം ജനിച്ചു പോയെന്ന് പറഞ്ഞ് താങ്കൾക്ക് അതിന് റൈറ്റ് ഇല്ല. താങ്കൾ അടങ്ങിയിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് എന്താണ്? ആരിഫ് ഹുസൈനെ താങ്കൾ ഞാൻ പറയാൻ അനുവദിക്കും എങ്കിൽ താങ്കൾ ഇവിടെ സംസാരിക്കും. താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി കന്യാസ്ത്രീകളെ അവഹേളിച്ചു എന്നൊരു നിലപാടിലേക്ക് സഭകൾ പോവുകയാണ്. അതാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞത്. അതിനുള്ള മറുപടി പറയൂ. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട് മഞ്ജുഷ്. ഇതിങ്ങനെ ഇത് തെറ്റിദ്ധരിപ്പിക്കാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട്. ഇത് ക്രിസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത്. സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ക്രിസംഗികളാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ്. മറ്റു പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ്. പല ആളുകൾക്കും സ്വന്തം അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ മാറി പറയുന്ന അവസരം കൂടെ നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ബി ജയരാജ്, അവിടെ SDPI ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല ജയരാജ്? SDPIയുടെ പേര് വിട്ടുപോകുന്നു. SDPI എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. അത് SDPI ആയാലും ശരി, ആയാലും ശരി, PFI ആയാലും ശരി, ആരെയും വേറെ തട്ടിലൊന്നും കാണുന്നില്ല. ആരെയും വേറൊരു തട്ടിലും കാണുന്നില്ല. അതല്ല സാധനത്തെ എന്തോ മുന്തിയ സാധനമാണെന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെയല്ല. ഹിജാബ് എന്ന് പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് ഇവിടെ വിധിയുള്ളതാണ്. മാത്രമല്ല ഇവിടെ അതിന്റെ കൃത്യമായ ഇസ്ലാമിക മാനമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും റിലീജിയസ് പ്രാക്ടീസിനെ പറ്റി പറഞ്ഞപ്പോഴുള്ള വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത് ജയരാജ്. ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഹിജാബിന്റെ സംഗതി വന്നപ്പോഴല്ലേ നിങ്ങൾ പറയുന്നത് ഇത് തിരിച്ചാ സംഭവിച്ചെന്ന് വിചാരിക്കാം. തിരിച്ചാണ് സംഭവിച്ചെന്ന് വിചാരിക്കാം. ഇവിടെ ആദ്യമായിട്ട് കാവ്യ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായിരിക്കും ഇവിടെ പറയാം? ജയരാജ് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ജയരാജ് സമ്മതിക്കുന്നില്ല. ജയരാജ് പറയട്ടെ, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ. മഞ്ജുഷെ, ഇയാൾ സമ്മതിക്കുന്നില്ല. തൊട്ട് ഇയാൾ കയറി ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ ആദ്യം ആ മര്യാദ കാണിക്കൂ. ഇവിടെ ഇരുന്നിട്ട് പാർലമെന്ററി എന്തോ സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾ സ്വയം പാലിക്കല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി. പള്ളിയിൽ ഇയാളെ കയറ്റത്തില്ലല്ലോ, അത് വേറെ വിഷയം. പിന്നെ പള്ളിയിൽ വേണേലും കയറാലോ, വേറെ വിഷയം. അതവിടെ പള്ളിയിലാണല്ലോ, മസ്ജിദിലാണല്ലോ നിങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പല രാജ്യങ്ങളിൽ ഓക്കെ, അങ്ങനെങ്കിൽ അങ്ങനെ ഞാൻ അംഗീകരിച്ചു. ഞാൻ ക്രിസ്തു മതത്തിന്റെ പള്ളികളിലും പോകാറുണ്ട്, ചർച്ചകളിലും പോകാറുണ്ട്, മോസ്കുകളിലും പോകാറുണ്ട്, ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അത് വേറെ വിഷയം. അത് എന്റെ ടോളറൻസ്. അതുപോലെ താങ്കളുടെ പോലെ ഇൻടോളറന്റ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതി അത് നമുക്കറിയാം. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം.
ഈ പറഞ്ഞ കണക്കുള്ള മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥലമാണ്. അവിടങ്ങളിലൊന്നും ഈ തരത്തിലുള്ള ഫണ്ടമെന്റലിസം ഒന്നുമില്ല. ഈ ഫണ്ടമെന്റലിസം, ഈ പ്രപ്പോസ്ഡ് ഫണ്ടമെന്റലിസം, ഇസ്ലാമോഫോബിയ വരുത്താൻ വേണ്ടിയിട്ട് കുറെ അധികം ആളുകൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചുവടുപിടിച്ച് ഇവിടെ മതരാഷ്ട്രീയവാദികളായിട്ടുള്ള മതോദികൾ കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ക്ലച്ച് പിടിക്കത്തില്ല. അതിനെയൊക്കെ വേരോടെ പിഴുതുകളയും. ആരാണെങ്കിലും ശരി തന്നെ, അത് ക്രിസംഗി രൂപത്തിലാണെങ്കിലും ശരി തന്നെ, SDPIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ, PFIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ, ഇനി ആട്ടും തോന്നലണിഞ്ഞ ചെന്നായിട്ടുള്ള ആരിഫ് ഹുസൈന്റെ രൂപത്തിലാണെങ്കിലും കള്ള നാണയങ്ങളെല്ലാം തെളിഞ്ഞു വരും. അവരുടെ എല്ലാം ചെമ്പ് തെളിയുകയും പ്രബുദ്ധരായ കേരള ജനത ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. ഇതിനകത്ത് നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ സംഭവത്തിൽ നിന്ന് മുതലെടുക്കാൻ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ ആളുകളെയും ഇതിനകത്ത് എത്രമാത്രം അവർ ഈ ടോളറൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ, ആ പ്രിൻസിപ്പളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ. എല്ലാ കുട്ടികളോടും ഒരുപോലെ സംസാരിക്കേണ്ട, ഒരുപോലെ ഇടപെടേണ്ടുന്ന ഉത്തരവാദിത്വത്തിലുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അവര് കോളേജിൽ പോയപ്പോ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലേ പോയിക്കൊണ്ടിരുന്നത്? അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കുട്ടി ഒരു ശിരവസ്ത്രം ധരിച്ചു വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ എന്ത് മൂല്യമാണ് നശിക്കുന്നത്? ഈവൻ ഈ സർക്കാർ ഒരു യൂണിഫൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കോലെ ഈ എന്താണ് വസ്ത്രം ധരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതൊന്നും അടിച്ചേൽപ്പിക്കുകയല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കെടുക്കാം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ എന്തെല്ലാം ചർച്ചകളാണ് ഇവിടെ നടന്നത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടത്താൻ പറ്റില്ല, സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ്, സർക്കാർ ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞ ഇക്കൂട്ടർ തന്നെയാണ് ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എടുത്തിട്ട് ഇത്ര വലിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത്, വർഗീയ സ്പർദ്ധ നടത്താൻ ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യ കേരളീയ സമൂഹം തിരിച്ചറിയുന്നതിനെയും